100-150 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബ്ലാക്ക് ലാൻഡ് ക്രൂസർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇത് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതാണല്ലോ. ഞങ്ങൾ നേരെ വണ്ടി സർവീസിന് പോയപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നം മനസ്സിലാകുന്നത് ടൊയോട്ട എന്ന് പറഞ്ഞ സാധനം തുർക്കിയിൽ കുറവാണ്. അങ്ങനെ ഞങ്ങൾ എത്ര ഷോപ്പ് കയറിയിട്ടും ടൊയോട്ടൻ്റെ ഓയിൽ ഫൈൻഡ് ചെയ്യാനാകുന്നില്ല. അയാൾ ഞങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബൾഗേറിയയിലെ ഖത്തർ അംബാസിഡർ ആയിരുന്നു അത്. ആ ഒരു സ്റ്റൈൽ ഓഫ് മനുഷ്യനേ അല്ല, നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി അടഞ്ഞു കിടക്കുക. ഞങ്ങൾ 3 പേരാണല്ലോ ഇപ്പോൾ വണ്ടിയിൽ, ഒരാൾ കുറവാണ്. ഇസ്താംബൂളിൽ ഞങ്ങളെ അടുത്ത ട്രാവൽ പാർട്ട്ണർ എത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കൂടെ ഇസ്താംബൂളിൽ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള അംജു വരുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് അവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, സാദിഖ് ഭായ് ഞങ്ങളെ ഇസ്താംബൂളിൽ സ്വീകരിച്ച് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് ഞങ്ങൾക്ക് വണ്ടി ഓൾമോസ്റ്റ് ഒരു 6000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 5000 ഓയിൽ ചേഞ്ച് ചെയ്യണം. കാരണം ഞങ്ങൾ ലഗേജ് സ്പേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഓയിലൊന്നും കൈ കരുതിയിട്ടില്ല. 2 ഡേയ്സ് കഴിയും അംജു എത്താൻ. അതുവരെ ഞങ്ങൾക്ക് ഇസ്താംബൂളിലെ കാഴ്ചകളും വണ്ടിയുടെ മെയിൻ്റെനൻസും വാഷിങ്ങും ഒരുപാട് പണികളുണ്ട്. ഓരോരുത്തർക്കും ഞങ്ങൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. അന്നപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ള എല്ലാ സൗകര്യവും സാദിഖ് ഭായ് ഞങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ എണീച്ച് വാഷ് ചെയ്യാൻ പോകണം, എല്ലാം പ്ലാൻ ചെയ്തു. ഡ്രസ്സൊക്കെ അലക്കാനിട്ട് ഫ്ലാറ്റിൽ എല്ലാവരും പണികളും കഴിച്ചു. ഞങ്ങൾ നേരെ വണ്ടി സർവീസിന് പോയപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നം മനസ്സിലാകുന്നത് ടൊയോട്ട എന്ന് പറഞ്ഞ സാധനം തുർക്കിയിൽ കുറവാണ്. ഇതിൻ്റെ ഓയിലിൽ ഓരോ കോൺഫിഗറേഷൻ ഉണ്ട്, ഇത്ര ഇലാസ്റ്റിക്കാ പറ്റുള്ളൂ, ഇത്ര ഇതാ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എത്ര ഷോപ്പ് കയറിയിട്ടും ടൊയോട്ടൻ്റെ ഓയിൽ ഫൈൻഡ് ചെയ്യാനാകുന്നില്ല. ഒന്നാമത് യൂറോപ്പ് സൈഡിൽ ഈ ലാൻഡ് ക്രൂസർ ടൈപ്പ് വണ്ടികൾ കുറവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു കട ഫൈൻഡ് ചെയ്തു. അവരെന്ത് ചെയ്തു, കാസ്ട്രോളിൻ്റെ ഓയിൽ അയച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഖത്തറിലുള്ള, അവനെ വിളിച്ചു ചോദിച്ചു ഇത് ഓക്കെ അല്ലേന്ന്. കാരണം അവൻ മെക്കാനിക്കാണ്. അവൻ പറഞ്ഞ് ഈ സാധനം ഒഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ ഫോട്ടോ സ്പെക്കൊക്കെ അയച്ചു കൊടുത്തു. അവൻ ഓക്കെ പറഞ്ഞു. ഞങ്ങളത് ഒഴിച്ചു, യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയിൽ ഒഴിച്ചു. ഒരു 2-3 മണിക്കൂർ വർക്ക്ഷോപ്പ് സമയം പോയി. ഞങ്ങളന്ന് കാഴ്ചകളിലേക്ക് ഇറങ്ങി തുടങ്ങി. ഇസ്താംബൂൾ എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളുടെ ഒരു വിഹാര കേന്ദ്ര. ഏതെല്ലാം ടൈപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ ടൈപ്പ് ഫുഡുണ്ട്. ഒരു സൈഡിൽ ഇപ്പോൾ നൈറ്റ് ലൈഫ് ഉണ്ട്, ഒരു സൈഡിൽ സ്ട്രീറ്റ്സ് കലാകാരന്മാരുടെ പരിപാടികളുണ്ടാവും. അപ്പോൾ ഇസ്താംബൂളിൽ ഇറങ്ങി നമ്മൾ. ഇസ്താംബൂളിൽ സാദിഖ് ഭായ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര, സാദിഖ് ഭായ് അവിടെ ഒരു എക്സ്പോർട്ടറായിട്ട് അവിടെ ഉള്ള ആളാണ്. അവിടെ തന്നെ 5-6 വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന സാദിഖ് ഭായിക്ക് ഇസ്താംബൂളിൽ ഓരോ മുക്കും മൂലയും അറിയാം. അതായത് സാദിഖ് ഭായ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളെ കാഴ്ചകളിലേക്കൊക്കെ കൊണ്ടുപോയി. ഗലാറ്റ ടവർ, ബ്ലൂ മോസ്ക്, അങ്ങനത്തെ എല്ലാ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ പിറ്റേന്ന് 2 ദിവസമായിട്ട് ഷെഡ്യൂൾ ചെയ്തു കാഴ്ചകൾ. അങ്ങനെ അന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും പറഞ്ഞു CSN ബുറാക്ക് ഇസ്താംബൂളിൽ ഫേമസാണ്. ഞാൻ ഫസ്റ്റ് ഫാമിലിയായിട്ട് തുർക്കി പോയ ടൈമിന് ഞങ്ങൾ മദീന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു CSN ബുറാക്ക്. ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഫാദർ ആണ് നടത്തുന്നത്. എന്നാൽ CSN ബുറാക്കിൻ്റെ റെസ്റ്റോറൻറ്റ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസിൻ ബുറാക്ക് എന്നാണ് പറയുക. സിസിൻ ബുറാക്കിൻ്റെ വാദി ഇസ്താംബൂളിലുള്ള റെസ്റ്റോറൻറ്റ് പോയി. സിസിൻ ബുറാക്കിൽ പോയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ഞങ്ങളെ വണ്ടി സിസിൻ ബുറാക്കിൻ്റെ നേരെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്യൂരിറ്റിനോട് അവൻ്റെ മദർ ചോദിച്ചു, ഇതെന്താ ഇവിടെ ഈ വണ്ടി ഖത്തർ രജിസ്ട്രേഷനിൽ കാണുന്നത് ചോദിച്ചു. അവർ ട്രാവലേഴ്സാണ്, ചെക്കന്മാരാണ്, അവരിങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ സിസ്റ്ററും മദറും സിസിൻ ബുറാക്കിനെ വെയിറ്റ് ചെയ്യുക അവിടെ. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകരുത്, ഇപ്പം ബുറാക്ക് വരുന്നുണ്ട്, ബുറാക്കിനെ കണ്ടിട്ടേ പോകാവുള്ളൂ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എനിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ബുറാക്ക് വരുന്നത് ഫുൾ അവൻ്റെ കൂടെ ആളുകളുണ്ടാവും. കാരണം അവനൊരു സെലിബ്രിറ്റി ഷെഫാണ് ബുറാക്ക്. അങ്ങനെ അമ്മ വന്നപാടെ ബുറാക്ക് ഓരോ ആളുകളിൽ നിന്ന് ബുറാക്കിനോട് ഫോട്ടോ എടുക്കുന്നു. ബുറാക്കിനെ കൈയും പിടിച്ച് അന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ബുറാക്കിന് അമ്മയോടുള്ള റെസ്പെക്റ്റ്. അങ്ങനെ അമ്മ ഞങ്ങളെ സ്പോട്ടിൽ പരിചയപ്പെടുത്തുക. ഇത് ഖത്തറിൽ നിന്ന് വരുന്നതാണ്, ഇവർ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്, നിൻ്റെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റായി. അങ്ങനെ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യണോ, നമുക്കൊരു വീഡിയോ എടുക്കണം എന്നാണ്. അവൻ്റെ വീഡിയോഗ്രാഫറെ വിളിച്ചു, വീഡിയോ എടുത്തു. അവൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി. അവൻ്റെ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40 മില്യൻ്റെ മുകളിൽ ഫോളോവേഴ്സുള്ള പേജിൽ അവൻ ഷെയർ ചെയ്ത് തന്നു ഞങ്ങൾക്ക്.
ഞങ്ങളെ യാത്രയുടെ ഇത്, ഞങ്ങളോട് എടുത്ത ഫോട്ടോസും വീഡിയോസും. പക്ഷെ അവൻ സംസാരിക്കുന്ന തുർക്കിഷ് ഭാഷയിലാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഞങ്ങളെ വണ്ടീൻ്റെ മുന്നിലൊക്കെ ഇരുന്നിട്ടൊക്കെ ആൾ ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഇത് ബുറാക്ക് തന്നെയാണോ, ബുറാക്ക് ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുക ആളുകളാണെന്നുള്ളത് ഞങ്ങൾ എക്സൈറ്റ് ചെയ്തു. അങ്ങനെ ബുറാക്ക് അവിടുന്ന് കുറേ നേരം ബുറാക്കിനോട് സ്പെൻഡ് ചെയ്തു. ബുറാക്ക് ഫോട്ടോ ഒക്കെ എടുത്തു, ഞങ്ങളോട് എല്ലാ വിഷസും നേർന്ന് ഞങ്ങൾ ബുറാക്കിൻ്റെ അടുത്ത് പിരിഞ്ഞ് വീണ്ടും സാദിഖ് ഭായിൻ്റെ ഫ്ലാറ്റിൽ പോയി. ഞങ്ങൾ പിറ്റേന്ന് രാവിലത്തേക്കുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തു. പിറ്റേന്ന് ഞങ്ങളോട് സാദിഖ് ഭായി പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോവാം. ചാംലിക്ക മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, ശരിക്കും ഒരു 60,000 ആളുകളോടെ നിൽക്കാനുള്ള ഒരു വലിയ മസ്ജിദാണ്. ചാംലിക്ക മസ്ജിദ് പോവാം. ചാംലിക്ക മസ്ജിദ് ആണ് ഏറ്റവും വലിയ പള്ളി തുർക്കിയിൽ. അവിടുന്ന് നിസ്കരിക്കാം. പോകുന്ന വഴിക്ക് നക്ഷത്ര പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. ആ പാർക്ക് പോയിട്ട് അത് ബോസ്ഫറസിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന ആ പാലത്തിൻ്റെ വ്യൂ ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്, നക്ഷത്ര പാർക്കുണ്ട്. ആ പാർക്ക് പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ചാംലിക്ക മസ്ജിദ് പോയിട്ട് നിസ്കരിച്ചിട്ട് വീണ്ടും കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ചാംലിക്ക മസ്ജിദ് പോയിട്ട് നിസ്കരിച്ചു, പാർക്ക് പോയിട്ട് ഫോട്ടോ എടുത്തു. വീണ്ടും ഇസ്താംബൂളിൻ്റെ ഹയാ സോഫിയ പോയി, ബ്ലൂ മോസ്ക് പോയി. ഇസ്താംബൂളിൽ 3rd ടൈമാണ് ഞാൻ വരുന്നത് ശരിക്കും. അങ്ങനെ ഇസ്താംബൂൾ നഗരത്തിലെ എല്ലാ കാഴ്ചകളും കണ്ടു. ഒരു വൈകിട്ടായപ്പോഴേക്കും അംജുവിൻ്റെ വിളി വന്നു. ഞങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അംജു ടാക്സി വിളിച്ചു, ഞങ്ങളുള്ള ലൊക്കേഷനിലെത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ കാത്തിരുന്ന ആളെത്തി. അംജു ഞങ്ങളോട് ജോയിൻ ചെയ്തു. പിറ്റേന്ന് രാവിലെ അംജുവിനോട് പറഞ്ഞു രാവിലെ എണീക്കണം, നമുക്ക് സിൽവരി വഴി എതിർനെ വഴി ഗ്രീസിൻ്റെ ബോർഡർ കയറി ബൾഗേറിയയിലേക്ക് കയറണം. ബൾഗേറിയയിൽ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്നത് അലിയാണ്. അലി പൗളോ ആൾട്ടോയിൽ വർക്ക് ചെയ്യുന്ന ആളോ. അലി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അലി ഞങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ദിവസം എത്തുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിൽവരി വഴി എതിർനെ വഴി ഞങ്ങൾ എന്ത് ചെയ്യാണ്, ബോർഡറിലേക്ക് നീങ്ങാം ഗ്രീസിൻ്റെ. ഞങ്ങൾ എതിർനെ എത്തി. എതിർനെന്ന് അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഫുഡും കാര്യങ്ങളും എല്ലാം ഒപ്പിച്ചു. അന്നപ്പോൾ ഈ എതിർനെ ബോർഡറിൽ നിന്നു തുർക്കി കഴിഞ്ഞു. പിന്നെ ഗ്രീസ്, ബൾഗേറിയ, അവിടെ നിന്ന് അങ്ങോട്ടാണ് യൂറോപ്പിൻ്റെ എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ഒരു ഏഷ്യൻ സൈഡാണ്. അങ്ങനെ നമ്മൾ സാദിഖ് ഭായിയുടെ കൂടെ സിൽവരി വഴി എതിർനയിലേക്ക് പുറപ്പെട്ടു. എതിർനെ എന്നാണ് നമ്മൾ കാപ്പിക്കുള്ളയാണ് ബോർഡർ, ബൾഗേറിയൻ ബോർഡറിലെത്തുകയാണ്. അവിടുന്ന് സാദിഖ് ഭായ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് സാദിഖ് ഭായ് തിരിച്ചുപോയി. ഞാനും മഷ്കൂറും ഫത്താവും ഞങ്ങളോട് ജോയിൻ ചെയ്ത അംജു ജോയിൻ ചെയ്യുന്നത് ഒരു ദിവസം മുന്നേ തുർക്കിയിൽ നിന്നാണ്. അംജു ശരിക്കും ആക്ച്വലി ദുബായിൽ ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം പുള്ളിക്കാരൻ ഡ്രൈവിങ്ങിൽ അത് ഇൻവോൾവ് കുറവായിരിക്കും. കാരണം പകൽ സമയങ്ങളിൽ പുള്ളിക്ക് വർക്ക് ഉണ്ടാവും. അത് ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് തന്നെ ബാക്കിലിരുന്ന് വർക്ക് ചെയ്യും. പ്ലാന് കംപ്ലീറ്റ് മഷ്കൂർ ഹാൻഡിൽ ചെയ്യും, ഡ്രൈവ് ഞാനും ഫത്താവും ഹാൻഡിൽ ചെയ്യും. ആ രീതിയിലായിരുന്നു ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള ട്രിപ്പും പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ ബൾഗേറിയ ബോർഡർ വിചാരിച്ചാലും സുഗമമായിട്ട് 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ ബൾഗേറിയക്ക് കണ്ടായി. ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് വരുമ്പോൾ വണ്ടിയിൽ ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് വെക്കണം. ഓരോ രാജ്യത്ത് ഓരോ റൂളായിരിക്കും. വിഗ്നിറ്റി എന്നാണ് ചില സ്ഥലങ്ങളിൽ പറയുക. അന്നേരം ഇൻഷുറൻസ് നമ്മളെപ്പോഴും ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് വെക്കണം. ഇൻഷുറൻസ് കൗണ്ടർ ചിലപ്പോൾ എമിഗ്രേഷൻ്റെ തൊട്ടടുത്ത് വേറെ കൗണ്ടറായിരിക്കും, ചിലപ്പം പെട്രോൾ പമ്പിൽ നിന്നായിരിക്കും കിട്ടുക, ചിലപ്പോൾ നമുക്ക് അത് ഷോപ്പുകളിൽ കിട്ടും. ഇൻഷുറൻസ് നമ്മളൊരു സ്റ്റിക്കറാണ്. ചില സ്ഥലങ്ങളിലിട്ട് ഇൻഷുറൻസ് വേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് കറക്റ്റ് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ബൾഗേറിയ കയറി ഇൻഷുറൊക്കെ എടുത്ത് പുറത്തിറങ്ങി നേരെ ഞങ്ങൾ പോകുന്നത് ഗ്രീസിൻ്റെ സൈഡിലേട്ടാണ്. ഗ്രീസിൽ ജസ്റ്റ് എൻ്റർ ആവുക എന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഗ്രീസിൻ്റെ സൈഡിൽ പോയി ജസ്റ്റ് എൻ്റർ ആയി. കാരണം ഗ്രീസ് അതിൻ്റെ അടുത്തുള്ള ടൗൺ എന്ന് വെച്ചാൽ തെസ്ലോണിക്കയാണ്. തെസ്ലോണിക്ക അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ട്രാഫിക്കും നല്ല ദൂരവും കാണിക്കുന്നുണ്ട്. വീണ്ടും 2 ദിവസം പോകുന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അപ്പോൾ ഗ്രീസിൽ ജസ്റ്റ് എൻ്റർ ആയി. അവിടുന്ന് ഒരു തെസ്ലോണിക്ക് താമസിക്കുന്ന ഒരു ബൈക്ക് റൈഡർ നമ്മളെ വന്ന് പരിചയപ്പെട്ടു. ആൾ വീഡിയോ ഒക്കെ എടുത്തു. ആൾ പറഞ്ഞു നിങ്ങൾക്ക് ഷോർട്ടാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഷോർട്ടല്ല, ഞങ്ങൾ വർക്കൊക്കെ ഒഴിവാക്കിയിട്ട് ട്രിപ്പിനായിട്ട് ഇറങ്ങുന്നവരാണ്, നിങ്ങൾ റിലാക്സിങ് ട്രിപ്പിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അതും കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ബൾഗേറിയയ്ക്ക് പോകാം. ബൾഗേറിയയിൽ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത് അലി എന്ന് പറഞ്ഞതാണ്. അലി മഷ്കൂറിൻ്റെ സുഹൃത്താണ് ശരിക്കും. അലി വർക്ക് ചെയ്യുന്നത് പൗളോ ആൾട്ടോ എന്ന് പറഞ്ഞാൽ IT കമ്പനിയിലാണ്. എന്നാൽ മഷ്കൂർ വർക്ക് ചെയ്യുന്നു IT ഫീൽഡ് ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു പരിചയത്തിൽ ബന്ധമായതാണ്. അലി പറഞ്ഞത് നിങ്ങൾ ബൾഗേറിയയിലേക്ക് വരികയാണെങ്കിൽ ബൾഗേറിയയിൽ നിങ്ങൾ റൂമേ എടുക്കണ്ട,
അതുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസം, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഞാൻ ഒരുക്കിക്കോളാം, ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അലി അവിടെ കാത്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോർഡറിൽ അവരോട് സംസാരിച്ചതും ബോർഡറിൻ്റെ ഡിലേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ ഒരു വൈകിട്ടാകുമ്പോഴേക്ക് ഗ്രീസിൽ നിന്ന് തിരിച്ചിറങ്ങി നേരെ ബൾഗേറിയയ്ക്ക് പിടിക്കുക. ബൾഗേറിയയ്ക്ക് പിടിക്കുമ്പോൾ ഒരു രസമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊരു സെയിം ലാൻഡ് ക്രൂയിസർ ഒരു 100-150 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബ്ലാക്ക് ലാൻഡ് ക്രൂയിസർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ടൈമായി. ഒന്ന് എപ്പോഴായാലും ഞങ്ങളൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി ഇങ്ങനെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇത് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ലാൻഡ് ക്രൂയിസർ പോകുന്നു. ഞങ്ങൾ ഖത്തറിലാന്ന് വിചാരിച്ചു. ഡിപ്ലോമാറ്റിക് വണ്ടിയാണ്. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പ് കയറി ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. സൈഡാക്കിയ പാടെ തന്നെ വണ്ടി വന്ന് വിളിച്ചു. അയാൾ ഞങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബൾഗേറിയയിലെ ഖത്തർ അംബാസിഡർ ആയിരുന്നു അത്. അങ്ങനെ ആൾ ഖത്തർ വണ്ടി കണ്ടിട്ട് ഞങ്ങൾ ഖത്തറിലാവുന്നത് തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങളടുത്തേക്ക് വന്നാൽ അങ്ങനെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യനാണ്, ഖത്തറിൽ ലിവ് ചെയ്യുന്നതാണ്, ഞങ്ങളിങ്ങനെ ട്രിപ്പിന് ഇറങ്ങിയത്. അങ്ങനെ ആൾ ഞങ്ങളോട് കുറേ അപ്രീഷിയേറ്റ് ചെയ്തു. ആളെ വിസിറ്റിംഗ് കാർഡ് തന്നു. വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോ, ഏത് സമയത്തായാലും ഞാൻ ഇടപെടും. അങ്ങനെ ആളെ പരിചയപ്പെട്ടു. അങ്ങനെ ആളുടെ പേര് ഫഹദ് ഇബ്രാഹിം അൽ ബുഷേരി എന്ന് പറഞ്ഞ ആളാണ്. അന്ന് ഖത്തർ അംബാസിഡർ, ബൾഗേറിയൻ അംബാസിഡറാണ്. പുള്ളിക്ക് പെട്രോൾ അടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ വണ്ടി കയറ്റുന്ന കണ്ടിട്ട് ഞങ്ങളെ ബേക്ക് കയറ്റിയതാണ്. അങ്ങനെ പുള്ളിയൊരു കുറേ സംസാരിച്ചു, ടൈം സ്പെൻഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ അലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ എത്തി. പുള്ളിക്കാരെ ഫുഡ് പോലും കഴിക്കാതെ ഞങ്ങൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആൾ ലൊക്കേഷൻ ഇട്ടു. ഞങ്ങൾ ഏകദേശം ഒരു 10 മണി 10:30 ആകുമ്പോഴേക്ക് അലീൻ്റെ അടുത്തെത്തി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അങ്ങനെ അലി പറഞ്ഞു നിങ്ങൾ ലേറ്റായി, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികം എന്ന് പറഞ്ഞു. അലി ഒരിക്കലും ഞാൻ ഖത്തറിൽ ഒന്നും മറ്റ് GCC കൺട്രിയിൽ നിന്നൊക്കെ ഈജിപ്ഷ്യനെ കണ്ടിട്ടില്ലോ. ആ ഒരു സ്റ്റൈൽ ഓഫ് മനുഷ്യനേ അല്ല. നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നൊരു മനുഷ്യൻ അലി. അങ്ങനെ അലി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ബീഫിൻ്റെ കറിയും, പിന്നെ ഈ ഇന്ത്യൻസ് അവനറിയാം റൈസ് ഇഷ്ടപ്പെടുന്നവരാണ്, ഒരു പുലാവ് പോലത്തെ ഒരു ഡിഷ്, പിന്നെ 1-2 ഡിഷും അലി ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ബീഫ് എന്ന് വെച്ചാൽ സ്ലോ കുക്ക് ചെയ്ത് 8 hours ഒക്കെ കുക്ക് ചെയ്ത ഒരു ഈജിപ്ഷ്യൻ ഡിഷ്. അങ്ങനെ അലി ആ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അലി പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങല്ലേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളൊരു ചടപ്പ് പോലും അലി ഞങ്ങളിൽ നിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞു. അലി പറഞ്ഞു നമുക്കിപ്പോൾ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. ലാൻഡ് ക്രൂയിസർ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. ഞങ്ങൾ പറഞ്ഞു നാല് വണ്ടി എടുക്കുക, നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഈ നഗരത്തിൽ എന്തെല്ലാം രാത്രി കാഴ്ചകളുണ്ടോ, ഏതെല്ലാം വ്യൂ പോയിൻറ്റ്സ് ഉണ്ടോ എല്ലാം അലിക്കറിയാം. അലി ഒരു 5-6 വർഷമായിട്ട് സോഫിയയിലാണ് ജീവിക്കുന്നത്, ബൾഗേറിയയിൽ. അങ്ങനെ സോഫിയയിൽ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഞങ്ങൾ സഞ്ചരിപ്പിച്ച് രാത്രി ഒരു 2 മണിയാകുമ്പോഴേക്ക് എൻ്റെ 3 ഫ്രണ്ട്സുകളും ബാക്കിൽ കിടന്നുറങ്ങി. ഞാനും അലിയും ഡ്രൈവ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അലി ഒരു അമ്രു ദിയാബിൻ്റെ ഫാനാണ്, അറബിക് സോങ്സ് എനിക്കും ഇഷ്ടമാണ്. ഞാനും അലിയും എൻജോയ് ചെയ്യുന്നു. ബാക്കി 3 പേരും ബാക്കിൽ കിടന്നുറങ്ങുന്നത്. 3 മണിക്കും ഞാനും അലിയും കൂടിയും ബൾഗേറിയൻ നഗരത്തിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. ബാക്കി 3 പേര് ബാക്കിൽ കിടന്നുറങ്ങുക. ഞാനും അലിയും കൂടിയും ആ ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യുക. എന്നോട് അലി പറയൂ വന്നപ്പോൾ ഇവരെന്തിനു വന്ന ട്രിപ്പ് എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ അലിയുടെ ആ ഹോസ്പിറ്റാലിറ്റിയും കഴിഞ്ഞ് അലീൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾ ഹോട്ടലൊന്നും എടുത്തില്ല അവിടെ. അലീൻ്റെ വീട്ടിലാണ് അന്ന് താമസം. അന്ന് ഞങ്ങൾക്ക് ബെഡ്റൂം ഒരുക്കി. അവൻ്റെ ഒരു 1 BHK ഫ്ലാറ്റിൽ അവൻ്റെ സോഫയിൽ കിടന്നുറങ്ങി. ഞങ്ങൾക്ക് ബെഡ്റൂമും അതിൻ്റെ ഉള്ളിൽ എല്ലാ സെറ്റപ്പും ഞങ്ങൾക്ക് വിട്ടു തന്ന്. അങ്ങനെ അലി പറഞ്ഞു നാളെ ലേറ്റായിട്ട് എണീക്കാം, നിങ്ങൾ ഇന്ന് ഓൾറെഡി 4 മണിക്കല്ലേ വന്ന്, ഇന്ന് ആരും എണീക്കാം, നാളെ ലേറ്റായിട്ട് എണീക്കാം, എന്നിട്ട് ഡ്രൈവ് കണ്ടിന്യൂസോ. നിങ്ങൾക്ക് നെക്സ്റ്റ് പോകേണ്ടത് നിസ്സിലേക്കല്ലേ, നിസ്സിലേക്ക് അത്ര ദൂരമുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, റൂട്ട് ഓക്കെയാണ്. നിങ്ങൾ ശങ്കർനാന്ന് ഇറങ്ങുന്ന അതിനെ കൊണ്ട് ചെക്കിങ് കുറവായിരിക്കും, പെട്ടെന്ന് ബോർഡർ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10-12 മണിക്ക് എണീക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡിയായി ഒരു 12 മണിയാകുമ്പോഴേക്ക് പിറ്റേന്ന് രാവിലെ എണീറ്റ് നമ്മൾ റെഡിയായാലോ തുടങ്ങി.
അപ്പോഴും അലി കോഫിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് അടിപൊളി റെസ്റ്റോറൻറ്റ് പോകാമെന്നാണ്. അങ്ങനെ തനത് ബൾഗേറിയൻ സ്റ്റൈലിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അലി ഒരു 2 റെയിൽപ്പാളം നടുവ് കൂടെ ട്രെയിനുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ട്രാവൽ ചെയ്തവർക്കറിയാം ട്രാമുകളെ മുന്നിൽ കൂടെ കാറും പോവും. ആ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഭയങ്കര സീനിക്കായിട്ടുള്ള വ്യൂ, നല്ല ഫുഡുള്ള റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ബ്രഞ്ച് വാങ്ങി തന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ശരിക്കും 12 മണി കഴിഞ്ഞു ഞങ്ങൾ കഴിക്കുമ്പോൾ. അലി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ രാത്രി കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് പകലൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടുത്തെ ഒന്ന് പകൽ വ്യൂ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പാട്രിയോട്ടിക് കത്തീഡ്രൽ, മ്യൂസിയം, ആർക്കിയോളജിക് സൈറ്റ് എല്ലാം ആ നഗരത്തിൽ എന്തെല്ലാമാണോ ഉള്ളത്. ഒരു നഗരത്തിൽ അവിടെ ഫെമിലിയർ ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ നമുക്ക് ആ നഗരം പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം വണ്ടി അവനാണ് ഓടിക്കുക, സ്പോട്ടുകൾ കാണിച്ചു തരിക അവനാണ്. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് അലി ഞങ്ങളോട് ബായ് പറഞ്ഞു പിരിഞ്ഞു. അലി ഒരു ദിവസമുള്ളെങ്കിലും ഒരു 100 ദിവസത്തെ ഓർമ്മകളാണ് ഞങ്ങൾക്ക് തരുന്നത്. എപ്പോഴും ചിരിച്ചിട്ട് അലിയെ കാണുക. അലി ഒരിക്കലും ഈ യാത്രയിൽ നമ്മൾ മറന്നുപോയില്ല. അടുത്തത് ഞങ്ങൾ ശരിക്കും ടിമിഷോരയിലേക്കാണ് പോകുന്നത്. റൊമാനിയൻ തലസ്ഥാനം ശരിക്കും ബുച്ചാറസ്റ്റാണ്, പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്ത നഗരം ടിമിഷോരയാണ്. അങ്ങനെ നിഷിൽ പോയി. അന്ന് രാത്രി നിഷിലെത്തുന്നു. നിഷിലെത്തിയെന്ന് വെച്ചാൽ നിഷിൽ ഞങ്ങളൊരു എയർബിഎൻബിയിൽ ഒരു ഫ്ലാറ്റായിരുന്നു എടുത്ത്. കുക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ഇന്ത്യ ഫുഡ് ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജിൽ ഞങ്ങൾ യൂറോപ്പ് സൈഡിൽ എത്തുമ്പോഴേക്ക് ഞങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു കുക്ക് ചെയ്ത് കഴിക്കണം. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പാക്കറ്റ് ഫുഡ്സ് വാങ്ങിച്ചിരുന്നു. അത് പാക്കറ്റിൽ ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഫ്രോസൺ ഫുഡുകൾ, പൊറോട്ട, അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഇത് കുറേ സൈഡിലേക്ക് കൊണ്ടു കിടക്കുന്നത്. നമുക്ക് ഇന്ന് ഫുഡ് ഇതാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫത്താവും അംജുവും കുക്കിങ്ങിൽ അഗ്രഗണ്യന്മാരാണ്. ഞാനും മഷ്കൂറും ഒരു പണിയെടുക്കില്ല. അങ്ങനെ ഫത്താവും അംജുവും കൂടിയും ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ നല്ല വിഭവസമൃദ്ധമായി ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വേഗം ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ ആ നിഷ് നഗരത്തിലുള്ള കാഴ്ചകളിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിച്ചു. അവിടെ ആ നിഷിൽ ആദ്യം നമ്മളൊരു ലിസ്റ്റിലുണ്ട് സ്കൾ ടവർ എന്ന് പറഞ്ഞാൽ ചില മനുഷ്യൻ്റെ തലയോട്ടി പിന്നെ സ്കള് കൊണ്ടുള്ള ഒരു ടവറുണ്ട് അവിടെ, സ്കൾ ടവർ. ഈ സ്കൾ ടവർ ഞങ്ങളൊന്ന് സ്കൾ ടവറിൽ പോയി. അവിടെ നഗരത്തിലുള്ള ചത്തുരങ്ങളും നഗരത്തിൻ്റെ ഏത് യൂറോപ്യൻ നഗരത്തിൽ പോയാലും ഒരു സ്ക്വയർ ഉണ്ടാവും, കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടാവും, അവിടെ ഒരു കത്തീഡ്രൽ ഉണ്ടാവും, അവിടെ ഒരു മ്യൂസിയം ഉണ്ടാവും. ഇതന്നെ സെയിം കാഴ്ചകളുണ്ടാവുക. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഒരാളെ പരിചയപ്പെട്ടു. അവരോട് ചോദിച്ചു ഇവിടെ ടൂറിസ്റ്റിക്കാണ്, എന്നാലും നിങ്ങൾ ഈ ലോക്കൽസ് പോകുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഏതാണെന്ന് വെച്ചു. അന്നേരം ഞങ്ങൾക്ക് ഒരു സജഷൻ തന്നു. ഇവിടെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് ഒരു വെള്ളച്ചാട്ടവും പക്ക ഗ്രീനിഷ് ആയിട്ടുള്ള വെള്ളം. പക്ക ഗ്രീനിഷ് എന്ന് വെച്ചാൽ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഗ്രീനിഷ്. സെർബിയയിൽ നിന്ന് ആ ആളുകളുടെ റെഫറൻസ് എടുത്ത റുപ്പേസ്കോ വേലോ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങളെത്തി. അവിടുന്ന് ഫത്താ ഇറങ്ങി കുറച്ചൊന്ന് കുളിച്ചു. കുറച്ച് ഡേഞ്ചറാണ്, ഞാൻ ഫത്താനോട് പറയുകയും ചെയ്തു, കുറച്ച് ഡേഞ്ചറാണ്. കാരണം വെള്ളം താഴോട്ട് തീരെ കാണില്ല, ഡാർക്ക് ഗ്രീനാണ് വെള്ളത്തിൻ്റെ കളറ്. അവിടെ കുറേ നേരം ഇരുന്നു, എൻജോയ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ നെക്സ്റ്റ് കൺട്രി ആയിട്ടുള്ള റൊമാനിയയിലേക്കാണ്. റൊമാനിയ ടിമിഷോരയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും റൊമാനിയൻ്റെ തലസ്ഥാനം ബുച്ചാറസ്റ്റ് അല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ടിമിഷോരയാണ്. ടിമിഷോര വഴി ബുദാപെസ്റ്റ്, സ്ലോവാക്കിയ, ആ റൂട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി അടഞ്ഞു കിടക്കുക. അങ്ങനെ അവിടെയുള്ള ആളുകളായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞു കുറച്ച് ദൂരം യാത്ര ചെയ്താൽ ഒരു ഗുൽബാക്ക് എന്ന് പറഞ്ഞ ഒരു കോട്ടയുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് പോയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, ആ ഗുൽബാക്കിൻ്റെ വഴി പോയി കഴിഞ്ഞാൽ റാം എന്ന് പറഞ്ഞൊരു ചെറിയ ചങ്ങാടങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ റോഡ് തൽക്കാലം വർക്കായതുകൊണ്ട് ക്ലോസ് ആയിപ്പോയി. ഇന്ന് ആ റാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർബിയയുടെ തന്നെ ഒരു നദി ക്രോസ് ചെയ്തിട്ട് ആ നദി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡിൽ എന്ത് ചെയ്യും, റോഡ് കണ്ടിന്യൂ ചെയ്യും. ഒരു 10-20 അരമണിക്കൂർ നമ്മളൊരു ചങ്ങാടം പോലത്തെ ആ ചങ്ങാടത്തിൽ വണ്ടി കയറ്റിയിട്ട്, പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു 1.5-2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിന് റെഡിയായി. ആ റാം ലൊക്കേഷൻ മാറ്റി പിടിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ റാം അവിടെ പോയി ഒരു 4 മണി, ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ വണ്ടി അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടിട്ട് ഒരു 40-45 വയസ്സുള്ള ഒരാൾ, പുള്ളിക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങളെങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 22 കൺട്രീസോളം ഇങ്ങനെ ബൈ റോഡ് യാത്ര ചെയ്യാമെന്ന് ഖത്തറിന്. അങ്ങനെ അവർ എക്സൈറ്റായി, മോന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങളുടെ ടീമിനെ
അവന് യാത്ര ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഒരു 15-16 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടു, കുറേ നേരം സംസാരിച്ചു. അവിടുന്ന് ഒരു മണിക്കൂറായപ്പോൾ ഇത് പുറപ്പെടുന്ന സമയമായി. വണ്ടി കയറ്റിയിട്ടു. ആ വണ്ടി കയറ്റിയിട്ട് നമ്മൾ യാത്ര തുടർന്ന ടൈമിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു ബൈക്ക് റൈഡർ ഉണ്ടായിരുന്നു, സ്ലോവാക്കിയക്കാരനാണ്. ഒരു 70-80 വയസ്സുള്ള ഒരാൾ. അവരെ വൈഫും കൂട്ടിയിട്ട് അവർ ബൈക്ക് റൈഡ് ചെയ്യും. 70 വയസ്സ് എന്തായാലും ഉണ്ടാവും. ബൈക്ക് റൈഡ് ചെയ്ത് അന്നേരം അവരും ഞങ്ങളോട് ട്രിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് അരമണിക്കൂർ കൊണ്ട് നമ്മൾ പോർട്ടിലെത്തി. പോർട്ടിൽ നിന്ന് നമ്മൾ യാത്ര തുടർന്നു. തിമിഷോര ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്ക് ടീം ഞങ്ങളെ മീറ്റ് ചെയ്തു അവിടുന്ന്, റോഡ് സൈഡിൽ നിന്ന്. അങ്ങനെ ബൈക്ക് ടീം വെച്ചാൽ യസീദി ടീമാണ്. അത് യസീദി എന്ന് പറഞ്ഞ മതത്തിൽ പെട്ട അവരെ ലക്ഷ്യം ട്രാവലിംഗ് ആണ്. ടൂറിങ് ബൈക്കുകളുമായിട്ട് ഒരു പറ്റം ചെറുപ്പക്കാർ. അങ്ങനെ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ടിമിഷോര എത്തുമ്പോൾ വെച്ചാൽ ശരിക്കും ടിമിഷോര എത്തുമ്പോഴാണ് നമുക്ക് ആ യൂറോപ്പിൻ്റെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള ട്രാമുകൾ, ട്രെയിനുകൾ, നഗരത്തിൻ്റെ ആ ചേഞ്ചൊക്കെ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ടിമിഷോരയിൽ നിന്ന്. അങ്ങനെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ ടിമിഷോരയിൽ ടൗൺ ഉൾഭാഗത്തിനുള്ള ഒരു ഹോട്ടലായിരുന്നു അന്ന് എടുത്തിരുന്നത്. ഞങ്ങളെപ്പോഴും റൂം ബുക്ക് ചെയ്യാറ് ഒരു 5 മണി 6 മണിക്ക് ശേഷമാണ് റൂം ബുക്ക് ചെയ്യുള്ളൂ. lastminute.com അല്ലെ booking.com. കാരണം ഞങ്ങൾക്ക് ഒരു ബുക്കിംഗ് ഇന്ന ഇതായിരിക്കും എന്നുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ആ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാനുള്ള ചിലപ്പം ബ്ലോക്ക് വന്നേക്കാം. അന്നപ്പോൾ ബുക്കിംഗ് എപ്പോഴും അന്നൊരു ബുക്കിംഗ് എടുത്തു, മഷ്കൂർ ഒരു ബുക്കിംഗ് എടുത്തു. അതിൽ സ്റ്റേ ചെയ്തു. ഒരു ഹോട്ടലാണ് എടുത്ത്. അവിടെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ടിമിഷോര ഞങ്ങൾ അന്ന് നൈറ്റ് അവിടെ പോയിട്ട് ഒരു ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ തനത് ശൈലിയിലുള്ള ഫുഡ് ആളുകളോട് ചോദിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടുന്ന് ഒരു പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഒരു സുഹൃത്തിനെ, വൈഫിനെയും പരിചയപ്പെട്ടു. അവർ ഞങ്ങൾക്ക് നമ്പേഴ്സൊക്കെ തന്നു. നിങ്ങൾ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാനിവിടെ പോലീസാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതും കഴിഞ്ഞു വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ടിമിഷോരയിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോകുന്നത്. ആ തിമിഷോര നഗരത്തിൽ ശരിക്കും വിക്ടോറിയ സ്ക്വയർ, ആ 3 ഹോളി ചേർച്ച് എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ നമ്മൾ കണ്ട ചേർച്ച് ആ സ്റ്റൈലോ ഇതൊന്നുമല്ല. ഒരു പുതിയ ശൈലിയിലുള്ള ഒരു ചേർച്ച്, പച്ച നിറം, ഭയങ്കര ഭംഗിയുള്ളൊരു ബിൽഡിങ്. ശരിക്കും ആ ചേർച്ച് യൂറോപ്പിലെ ഏത് നഗരത്തിലും ഒരു സ്ക്വയർ ഉണ്ടാവും. ആ സ്ക്വയറിനോട് ചേർന്നിട്ട് എന്തായാലും ഒരു ചേർച്ച് ഉണ്ടാവും. കത്തീഡ്രൽ എന്നാണ് അവർ പറയാം. കത്തീഡ്രൽ ഉണ്ടാവും. ആ 3 ഹോളി കത്തീഡ്രലും കഴിഞ്ഞ് വിക്ടോറിയ സ്ക്വയറിൽ വന്നു. അവിടെ അതിൻ്റെ മ്യൂസിയംസ്, അങ്ങനെ ആ നഗരത്തിൽ നടന്ന് കാണാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടു. അവിടെ പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. പാർക്കിങ്ങുകളൊന്നുമില്ല. കുറച്ച് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ പാർക്ക് ചെയ്തു, ഒരു സ്പേസ് കണ്ടെത്തി. കാരണം ഇനി അങ്ങോട്ട് ഫൈന് ഭയങ്കരമായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈന് വരും. ഓരോ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും നമ്മൾ. ഇന്ന് ടിമിഷോര ഒരു ദിവസം സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് സ്റ്റേ ഞങ്ങൾ ചാർട്ടിലുള്ളത് ബുദാപെസ്റ്റാണ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുദാപെസ്റ്റ്.